പഴയ ബൊളീവിയൻ നഗരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ഈ നഗരവും. ഈ കാണുന്ന ശില്പത്തിന് എൻ്റെ അപ്പൂപ്പനെക്കാട്ടിലും പ്രായമുണ്ടെന്ന് ആരോ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു കൗതുകത്തിനായി കുനിഞ്ഞു നോക്കി. അതെ, ഉറപ്പിച്ചു, ഇത് അപ്പൂപ്പനെക്കാട്ടിലും പ്രായമുള്ളത് തന്നെ. ഇതെന്തെന്നറിയാൻ ഒന്ന് തൊട്ടു നോക്കി. അതിൽ പിടിച്ചൊന്ന് വലിച്ചു നോക്കി. 6 അടി പൊക്കമുള്ള ഇത് ശില്പമാണോ മനുഷ്യനാണോ എന്നറിയാൻ ഞാനൊന്ന് കൊട്ടി നോക്കി. ഉള്ളിൽ നിന്നുള്ള പ്രകമ്പനത്തിൽ ഇത് മനുഷ്യനാണെന്ന് കരുതി ഒന്ന് ഇടികൂടാൻ തീരുമാനിച്ചു. അത് അനങ്ങുന്നില്ല. ശരി, ഇതൊക്കെ എന്തി ഇദ്ദേഹം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്നറിയാൻ ആ ശില്പം നിൽക്കുന്ന അതേ ദിക്കിലേക്ക് പോകാൻ ഞാനും തീരുമാനിച്ചു. ഈ കാണുന്നതിനെക്കുറിച്ചും അറിവില്ലെങ്കിലും എല്ലാം അറിയാമെന്ന ജാടയിൽ ഞാൻ മുന്നിലേക്ക് നടന്നു. എനിക്കെന്തോ നന്നായി അറിയാം എന്ന് കരുതി എൻ്റെ ക്യാമറമാനും എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഈ കാണുന്ന അപ്പൂപ്പനെ എനിക്ക് നല്ല പരിചയം. ഇനി ഇതെൻ്റെ അപ്പൂപ്പനാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എങ്കിലും ഇദ്ദേഹത്തിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അവിടെ കണ്ട പുരാതനമായ ഒരു ബെഞ്ചിൽ ഞാൻ ഇരുന്ന് വീണ്ടും ആലോചിച്ചു, എങ്കിലും ആരാണിത്? കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം എനിക്ക് മനസ്സിലായി, അതെ, നമ്മുടെ നാട്ടിലെ നോട്ടിൽ കാണുന്ന അതേ അപ്പൂപ്പൻ. നോട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് വിലയുണ്ടല്ലോ എന്ന് സമാധാനിച്ചുകൊണ്ട് ഞാൻ മുന്നിലേക്ക് നടന്നു. വന്നതു മുതൽ ഈ ബെഞ്ചിൽ ഒരേ ഇരിപ്പിരിക്കുന്ന ഈ ശില്പം ഒരു മനുഷ്യനാണെന്ന് അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. അതെ, അദ്ദേഹം നടന്നു പോകുന്നു. എന്നെപ്പോലെ ദിക്കറിയാതെ ഇവിടെ പെട്ടുപോയ ഏതെങ്കിലും പാവമായിരിക്കാം. അവനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി ഞാൻ മുന്നിലേക്ക് നടന്നു. ഈ കാണുന്ന ശില്പം കണ്ടപ്പോൾ കമ്മട്ടിപ്പാടത്തിലെ വിനായകനെ എനിക്ക് ഓർമ്മ വന്നു. കൃഷ്ണ, ഗംഗയാടാ. ഒറിജിനലാണോ എന്നറിയുവാനായി ഞാനതിലൊന്ന് ഇരുന്നു നോക്കി. ആഹാ, നല്ല ചൂട്, നല്ല സുഖം. പിന്നീട് എന്നെ ആകർഷിച്ചത് ഈ ശില്പമാണ്. മുമ്പത്തെ അപ്പൂപ്പൻ്റെ പ്രതിമ പോലെ തന്നെ ഈ പ്രതിമയും എന്നെ ആകർഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗം എവിടെ പോയി എന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. അതെവിടെ എന്നറിയാൻ അതിയായ ആഗ്രഹം തോന്നിയ ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ചെന്നൊന്ന് എത്തി നോക്കി. ഇല്ല, അതവിടെയില്ല. നിന്ന് മടുത്തപ്പോൾ ചൂണ്ടയിടാൻ പോയതാവാം. എനിക്ക് പൂർണ്ണ സംതൃപ്തി തന്നത് ഇത് ഒന്ന് മാത്രമാണ്. കണ്ടാൽ ഡിറ്റോ.